ഹലോ ഗായ്സ്, അപ്പം നമുക്ക് കുറേ ആയില്ലേ കണ്ടിട്ട്. ഞാൻ ലോങ് വീഡിയോ ഇടുന്നത് കുറവാണ്, അതുപോലെ ഇങ്ങനെ എന്നുകൊണ്ട് വീഡിയോ ഇടുന്നത് ഭയങ്കര കുറവാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇന്ന് നിങ്ങളൊരു കാര്യം പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചാൽ പറഞ്ഞേ. ഞാൻ പൊതുവേ ട്രാവൽ ഇഷ്ടപ്പെടുന്ന പോലെ തന്നെ ഞാൻ വായിക്കാൻ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു. ഇപ്പോൾ ആണോയെന്ന് ചോദിച്ചാൽ ചെറിയൊരു മടി, ആ കാര്യത്തിൽ ചെറിയൊരു മടി എന്നല്ല, നമ്മളിപ്പോൾ ഡ്യൂട്ടിപരമായിട്ട് ഉള്ള കാര്യങ്ങളാണെങ്കിലും അതിൻ്റെ ആ ഒരു തിരക്കിൽ നമുക്ക് അതിന് സമയം കിട്ടാറില്ലെന്ന് വേണം പറയാൻ. സമയം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് സമയം ഉണ്ടാവും, പക്ഷേ അതിൻ്റെ ആ ക്ഷീണത്തിലും കാര്യത്തിലും മെയിനായിട്ട് ഈ പറഞ്ഞ പോലെ ഉറങ്ങാനും കാര്യങ്ങളൊക്കെ ശ്രമിക്കോളും. വായിക്കണമെന്നൊക്കെ വിചാരിക്കും, നല്ല നല്ല ബുക്കുകൾ വായിക്കണമെന്നൊക്കെ വിചാരിക്കാറുണ്ട്, പക്ഷേ സമയം അതിനുവേണ്ടി കണ്ടെത്താറില്ല ഞാൻ. പണ്ട് എൻ്റെ അമ്മ പറയുമായിരുന്നു, ഈ പറഞ്ഞ പോലെ പത്രം വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒച്ചയിൽ അടുക്കളയിൽ അമ്മ ചായ ഉണ്ടാക്കുകയാണെങ്കിൽ ഒച്ചയിൽ ഞാൻ വായിച്ചു കൊടുക്കുന്നു. അപ്പം അമ്മ പറയും, വേറെ ആരും അല്ലെങ്കിൽ അമ്മക്ക് വായിക്കേണ്ട ആവശ്യം വരില്ല, ഞാൻ വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ വാർത്ത അറിയുമെന്ന് പറയും. അതുപോലെ തന്നെ ചെറുപ്പം മുതൽ തന്നെ ഈ പറഞ്ഞ പോലെ ബാലരമ എല്ലാവർക്കും മേടിച്ചു കൊടുക്കണ തന്നെ, ബാലരമ, അതുപോലെ തന്നെ കളിക്കുടുക്ക, എൻ്റെ വീട്ടിൽ എനിക്ക് തോന്നണ അത്രത്തോളം ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇരുന്ന് വായിക്കുക, അതൊക്കെയായിരുന്നു എൻ്റെ ഹോബി. ഞാൻ നല്ലോണം വായിക്കുമെന്ന് പറയും അമ്മ. അതുപോലെ തന്നെ അങ്ങനെ ഒരാളായിരുന്നു ഞാൻ. അത് കഴിഞ്ഞ് പിന്നീടാണ് ഈ ഫോൺ, അതല്ലെങ്കിലും അത് തന്നെയാണ്, ഫോൺ കൈ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആരും അങ്ങനെ ഈ മിക്കവരും എന്നാൽ വായന ഇഷ്ടപ്പെടുന്നവരുണ്ട്, എന്നാൽ ഈ ഒരു കാര്യത്തിലോട്ട് തിരിഞ്ഞു നോക്കണവരും മെയിനായിട്ട് കുറവാണ്. അപ്പോൾ അതുപോലെ തന്നെ ഈയിടെ ഇറങ്ങിയ കുറേ ഒരു നോവലുകളൊക്കെ ഉണ്ട്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു നോവലായിരുന്നു, വായിക്കണമെന്ന് ആഗ്രഹിച്ചത്. ഞാൻ ഇതുവരെ വായിച്ചിട്ടില്ല, എൻ്റെ കൈ കിട്ടിയിട്ട് അതൊരു വർഷം അടുക്കെ ആവാറായി, പക്ഷെ ഞാൻ ഇതുവരെ വായിച്ചിട്ടില്ല. ആ നോവൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമായിരിക്കും, റാങ്ക് കെയർ ഓഫ് ആനന്ദി. സത്യം പറഞ്ഞാൽ കുറേ ആയി നോവൽ ഇറങ്ങിയിട്ട്. ഞാൻ നല്ലോണം വൈകി പോയതൊന്ന് വായിച്ച് തുടങ്ങാൻ വേണ്ടിയിട്ട്. എനിക്ക് ഭയങ്കരമായിട്ട് വായിക്കണമെന്ന് ആഗ്രഹിച്ച ഒരു നോവലൂടെ എൻ്റെ ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് തന്നതാണ് കേട്ടോ. ഞാൻ കുറേ നാളായി വായിക്കണമെന്ന് വിചാരിച്ചിരിക്കണത്, പക്ഷേ അപ്പോൾ ഇതേപോലെ ഈ ആഗ്രഹം എൻ്റെ ഫ്രണ്ടിനോട് ഞാൻ പറഞ്ഞു, നിനക്ക് വേണോ എന്നോട് ചോദിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, നീ എൻ്റെ ഹോസ്റ്റലിൻ്റെ അഡ്രസ്സ് അയച്ചാൽ എന്നുള്ള കാര്യം പറഞ്ഞു. പക്ഷെ ഞാൻ വിചാരിച്ചില്ല സംഭവം പുള്ളി ഇതിവിടെ എത്തിക്കാനുള്ളതായിരിക്കും ഞാൻ വിചാരിച്ചില്ല. അത് കഴിഞ്ഞൊരു ദിവസം ഇതേപോലെ എനിക്കൊരു കോള് വന്നു കഴിഞ്ഞ് ഞാൻ ചെന്ന് കളക്ട് ചെയ്തപ്പോഴാണ് സംഭവം ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ ഈ ബുക്ക് എനിക്ക് ഇവിടെ കിട്ടി. അപ്പോൾ ഞാൻ പുള്ളിനെ വിളിച്ച് ചോദിച്ചപ്പോഴാണ്, പുള്ളി ഇപ്പോൾ ബഹറിനിലല്ലേ, അപ്പോൾ പുള്ളി അവിടെ നിന്ന് ഇതേപോലെ നാട്ടിലിവിടെ കോഴിക്കോടാണ് പുള്ളിയുടെ വീട്, കോഴിക്കോട് വായനശാല പറഞ്ഞ് നമുക്ക് വേണ്ടി റെഡിയാക്കി നമുക്ക് ഇവിടം വരെ അയച്ചു തന്നത്. അപ്പോൾ താങ്ക് യു. അതുപോലെ തന്നെ ഞാനിത് എപ്പോഴും പുള്ളി തന്നപ്പോൾ തന്നെ പറഞ്ഞ പോലെ, നീ ഇത് വായിക്കലുണ്ടാവില്ല മിക്കവാറും, ഇത് ആ മേടിച്ച് തന്നതിൻ്റെ ആ ഒരു ഇതിൽ തന്നെ വെക്കലുണ്ടാവുള്ളൂ, നീ വായിക്കലങ്ങനെ ഉണ്ടാവില്ലെന്ന്. അതിൽ ഞാൻ 2-3 പേജുകൾ ഇതിൽ വായിച്ചു, പക്ഷേ എനിക്ക് ഇനിയും വായിക്കണമെന്നുണ്ട്. ഇതിന് വേണ്ടിയിട്ട് ഒരു സമയം, എനിക്കാണെന്നെങ്കിൽ ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും അത് തന്നെയാണ്. ഇപ്പോൾ ഇതേപോലെ വായിക്കാനാണെങ്കിൽ എന്താണെങ്കിലും ഒറ്റയ്ക്ക് ഇരുന്ന് ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ള പ്ലേസിൽ നിന്ന് വായിക്കാനായിട്ടാണ്. എന്നുവെച്ചാൽ അപ്പോൾ വേറെ ഒരു നോയ്സുകളൊന്നുമില്ല, വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ ഒരു റൂമിൽ ഒറ്റയ്ക്ക് ഇരുന്ന് വായിക്കാനാണെങ്കിൽ അതായിരിക്കും അടിപൊളി. അപ്പോൾ എനിക്കങ്ങനെ പറ്റിയിട്ടില്ല ഇതുവരെ. അപ്പം ഞാനിന്നിപ്പോൾ വിചാരിച്ചു, ഇതിപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും ഫുൾ വായിച്ചിട്ട് പറഞ്ഞു, ഒരു നല്ല കഥയാണ്, നീ എന്തായാലും ഒന്ന് വായിച്ച് നോക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഇന്നോട്ട് ഇത് വായിച്ചു തുടങ്ങാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് വായിച്ചവർ ധാരാളം പേരുണ്ടാവും, ഇതിൻ്റെ കഥകൾ അറിയണവരുണ്ടാവും. അപ്പം ഞാനും ഇത് വായിച്ച് അതിൽ നല്ല നല്ല ഈ പോർഷൻസ് ഉണ്ടെന്നാണെങ്കിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ, അതുപോലെ തന്നെ ഇത് എനിക്ക് നിങ്ങളെ പരിചയപ്പെടുത്തണമെന്ന് തോന്നി, അതാണ് ഞാനിപ്പോൾ ഇത് നിങ്ങളെ കാണിച്ചു തന്നെ. അപ്പോൾ ഇതുപോലെ തന്നെ കുറേ നോവലുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതേപോലെ നല്ല നല്ല നോവലുകൾ വായിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ കൂടുതൽ സമയം ഫോണിൽ ടൈം സ്പെൻഡ് ചെയ്യണ പോലെ തന്നെ ഇതിനും ഇത്തിരി സമയം ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൈൻഡ് ഒന്ന് റിഫ്രഷ് ആവും. നമ്മൾ എന്തെങ്കിലും ടെൻഷനിൽ ഇരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ പിന്നെ വേറെ ചിന്തകളിൽ ഇരിക്കണമെങ്കിലും ഇങ്ങനെ ഒരു ബുക്കുകൾ വായിക്കാൻ നമുക്ക് കിട്ടുമെങ്കിൽ ലൈബ്രറിയിലാണെങ്കിലും അവൈലബിൾ ആണല്ലോ, ധാരാളം ബുക്കുകളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ ഇതേപോലെയുള്ള ബുക്കുകൾ ജസ്റ്റ് ഒന്ന് വായിച്ച്
മൈൻഡൊക്കെ ഒന്ന് ഫ്രഷ് ചെയ്തൊക്കെ നിൽക്കാം. അപ്പോൾ പിന്നെന്താ, നിങ്ങളുടെ അവിടെയൊക്കെ മഴ ഉണ്ടോയെന്ന് ചോദിക്കണതിൽ അപ്പം നിങ്ങൾ ചോദിക്കും മഴ ഉണ്ടോയെന്ന് ചോദിക്കണത് തെറ്റാ, മഴയേ ഉള്ളൂ. ഇന്നാണെന്ന് തോന്നുന്നു ഒന്ന് ജസ്റ്റ് ഒന്ന് വെയിലൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താ, അപ്പോൾ ഇതുവരെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നല്ല നല്ല വീഡിയോസായിട്ട് ഇടയ്ക്ക് വരാം. അപ്പോൾ ബൈ ബൈ.